ഹായ് ഹലോ. അപ്പോൾ പുതിയ വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാനിതപ്പോൾ മാറ്റി ഒരുങ്ങി ഒരു കല്യാണത്തിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ കുറച്ച് ദൂരമാണ് കല്യാണം, നമ്മളെ കോഴിക്കോടിൻ്റെ അപ്പുറമാണ് കേട്ടോ കല്യാണം. അപ്പോൾ നമ്മളിവിടെ ഇവിടെ വീടിൻ്റെ തൊട്ടടുത്ത് വുമൻസ് ഹോസ്റ്റലുണ്ട്. അപ്പോൾ അവിടെയുള്ള ഒരു ഷാനി എന്നുള്ളൊരു കുട്ടീൻ്റെ കല്യാണമാണ്. അപ്പം ഞങ്ങൾ തമ്മിൽ ഫ്രണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടി പോവുകയാണ്. അപ്പം ഇവിടുന്ന് ചെങ്കോട്ടേക്ക് നിന്ന് ബസ് കയറിയിട്ട് കോഴിക്കോട് നിന്ന് പിന്നെ വേറൊരു ബസ് കയറണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ സമയം 12-നും 12:30-ക്കുമാണ് മുഹൂർത്തം. അപ്പോൾ അതിന് മുമ്പായിട്ട് അവിടെ എത്തണം. അപ്പോൾ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ പോയിട്ട് വരാം. ബാക്കി വിശേഷവും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് എടുക്കാം, പറ്റണ തരത്തിലൊക്കെ ഞാൻ എടുക്കാം. അപ്പോൾ ഏതായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇവിടുന്ന് ചെങ്കോട്ടയ്ക്ക് പോട്ടെ ആദ്യം, അവിടുന്ന് ബസ്സിൽ അങ്ങോട്ട് പോവാം. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ അവിടുന്ന് പിന്നെ അറിയിക്കാം. ഓക്കെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, എല്ലാം ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള വിശേഷവും കാര്യങ്ങളൊക്കെ ഞാൻ പോണ വഴിക്ക് ഞാൻ അറിയുക കേട്ടോ. അപ്പോൾ ഏതായാലും പോവാണ്, പോയിട്ട് വരാം. അല്ല, ഇത് ഞാൻ അവിടുന്ന് പൊതിയും. അത് പോവാട്ടോ. അപ്പോൾ ഡ്രസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നമ്മൾ അളിയൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. നല്ല തണുപ്പ്. ഏതായാലും പോയിട്ട് വരാം കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി അപ്പോൾ ഇതാ എൻ്റെ ബാക്കിൽ കാണുന്നില്ലേ, ഇത് അതാണ് കേട്ടോ വുമൻസ് ഹോസ്റ്റൽ. അപ്പോൾ ഇവിടുത്തെ കുട്ടിയുടെ കല്യാണമാണ്. ഞാനിപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് പോണേ. എൻ്റെ ബാക്കിൽ കാണുന്നതാ അതൊക്കെയാണ് കൊടശ്ശേരി വുമൻസ് ഹോസ്റ്റൽ. അപ്പോൾ ഇതാ അവിടെയുള്ള ഷാനിയുടെ കല്യാണമാണ് കേട്ടോ. അവൾ ഇവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. വീട് കോഴിക്കോടാണ്. അപ്പോൾ ഏതായാലും ഇനി പോയിട്ട് വരാം കേട്ടോ. അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഇതാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കണം കേട്ടോ. അവിടെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. കാണാൻ നല്ലൊരു മൊഞ്ചുണ്ട്. അപ്പോൾ ഇത് പാക്കൊക്കെ ചെയ്തതിന് ശേഷം അവിടെ നിന്നൊരു ഓട്ടോയിൽ അങ്ങോട്ട് ചെങ്കോട്ടയിലേക്ക് പോവുക. ചെങ്കോട്ടയ്ക്ക് നിന്ന് പിന്നെ എപ്പോഴും ബസ് ഉണ്ടാവും കോഴിക്കോട്. പിന്നെ കോഴിക്കോട് ഇറങ്ങിയതിന് ശേഷം അവിടെ നിന്ന് എടക്കര ബസ് കയറണം കേട്ടോ. അത് പിന്നെ ഏതൊക്കെ ടൈമിലാണ് എന്നുള്ളത് കറക്റ്റ് അറിഞ്ഞൂടാ. അതിന് കോഴിക്കോട് പോയി ഇറങ്ങിയതിന് ശേഷം അവിടെ ചോദിക്കണം എപ്പോഴും ഉണ്ടോ, ഇനി കുറച്ച് ഓരോ ടൈമിനാവും ചിലപ്പോൾ ഉണ്ടാവുക, അറിഞ്ഞൂടാ. അപ്പോൾ കോഴിക്കോട് ബസ്സിൽ ഇതപ്പോൾ കയറി ഇരിക്കുകയാണ്. ഇനിയിപ്പോൾ അവിടെ എത്തട്ടെ കേട്ടോ. കോഴിക്കോട് ബസ് ഇറങ്ങി അവിടുന്ന് എടക്കര ബസ് കയറിയിരിക്കുകയാണ് കേട്ടോ. എടക്കരയിൽ നിന്ന് എനിക്ക് തോന്നുന്നു 1:10 ആവുമല്ലോ അവിടെ എത്താൻ. എന്താവും എന്തോ 12 to 12:30 വരെയാണ് മുഹൂർത്തം. ചോള കല്യാണം കഴിച്ചു കൊണ്ടുപോകണം കണ്ണൂർക്കാണ്. അപ്പോൾ ഞാൻ സമയമാകുമ്പോഴത്തിന് ഇറങ്ങുമോ ഒന്നും അറിയില്ല. ഭയങ്കര ബ്ലോക്ക്, ബസ് ഭയങ്കര ബ്ലോക്ക് പെട്ടു. ഭയങ്കര സ്ലോ ആയിരുന്നു ബസ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയ ബസ്സേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ടൈം പോയി, എല്ലാം പോയി. ഭയങ്കര ബ്ലോക്കായിരുന്നു. ആക്കത്തിൽ അങ്ങനെ ബസ് വന്നത്. അതുകൊണ്ട് കുറച്ച് നേരം വൈകി. ഇനി അവിടെ എത്തിയിട്ട് എന്താവും എന്നുള്ളത് അറിയില്ല, ചെന്ന് നോക്കട്ടെ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ എടക്കര ബസ്സിൽ കയറിയാണ്. കോഴിക്കോട് ഇറങ്ങി ഉടനെ തന്നെ എടക്കര ബസ് കിട്ടി. അതിൽ കയറിയതപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് അതപ്പോൾ അവളുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് നടക്കാനുണ്ട്. നല്ലൊരു ഏരിയ, നല്ല വൈബുള്ളൊരു ഏരിയ കേട്ടോ. അപ്പോൾ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മൾ കല്യാണ വീടിൻ്റെ അവിടെ എത്താറായി കേട്ടോ. നല്ല രസമുള്ള സ്ഥലം ഉള്ളത് പറയാമല്ലോ. നല്ല രസമുള്ള സ്ഥലം, നല്ലൊരു അടിപൊളി ഒരു വൈബുള്ളൊരു ഏരിയയാണ് കേട്ടോ. അവിടെ നല്ല ഇഷ്ടപ്പെട്ടു സ്ഥലം. അങ്ങനെ കല്യാണ വീട് എത്തി. അങ്ങനെ ഇതാ കല്യാണ വീട് എത്തിക്കൊണ്ടിരിക്കുന്നു. അവിടെ ഉണ്ട്.
അപ്പോൾ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോട്ടെ. അപ്പോൾ ഇതാ കല്യാണമൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു, കല്യാണമൊക്കെ കഴിഞ്ഞു. ഇതപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുക കേട്ടോ. ഇനി തിരിച്ച് പോവുകയാണ്. അത്യാവശ്യമല്ല, നല്ല അത്യാവശ്യം ദൂരം തന്നെ ഉണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കേട്ടോ. കുറേ ടൈം എടുത്ത്. പിന്നെ ഈ ബ്ലോക്കും കാര്യങ്ങളും, പിന്നെ അതേപോലെ ആ കൂരിയാട് ആ പാലം അന്ന് പൊളിഞ്ഞാടിയല്ലോ, അതിന് ശേഷം ഇപ്പോൾ അത് വീണ്ടും നന്നാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബ്ലോക്കും എല്ലാം കൂടെ ആയിട്ട് നല്ല ടൈം എടുക്കുന്നുണ്ട് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. നല്ലൊരു ഏരിയ കേട്ടോ, നല്ല അടിപൊളി സൂപ്പർ ഏരിയ, നല്ലൊരു ഏരിയ, നല്ല സൂപ്പർ വൈബായിട്ടുള്ള നല്ല കാറ്റും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു സ്ഥലം. നല്ല രസമുള്ളൊരു ഏരിയ. അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വീഡിയോ നിർത്തുകയാണ്. അപ്പം നമുക്ക് പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. പറ്റണ തരത്തിൽ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഇത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, താലികെട്ടും അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാരണം എത്താൻ കുറച്ച് വൈകിപ്പോയി, പറഞ്ഞല്ലോ ബ്ലോക്കും കാര്യങ്ങളും എല്ലാം കൂടെ ആയപ്പോൾ എത്താൻ നേരം വൈകി. 12 12:30 ആ ഒരു സമയത്തായിരുന്നു. പക്ഷെ നമ്മളെത്തിയപ്പോഴത്തേനൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ബാക്കിയുള്ളത് കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൽ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. ആ സമയത്ത് എത്തേണ്ടിയിരുന്നു, പക്ഷേ എത്താൻ പറ്റിയില്ല. കുഴപ്പമില്ല. അപ്പം ഇനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. അതുവരേക്കും ടാറ്റാ.